പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കര അന്തിമഹാകാളൻകാവിലെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഭാഗവത സപ്താഹത്തിൽ ഭക്തി നിർഭരമായ രുക്മിണി സ്വയംവര ചടങ്ങുകളും ഗണേഷ് സ്വാമിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും നടന്നുവരുന്ന വിപുലമായ അന്നദാനവും ശ്രദ്ധേയമായി. നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണം പരിപാടിയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുപോലെ ആ കുത്തുകൾക്കും മറ്റേ രുക്മിണി ദേവി അഷ്ടമംഗല്യം ആ പദാർത്ഥങ്ങൾ മാത്രം ഒഴിവാക്കുക കേട്ടോ. ഹരേ രാമ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവതി വിചാരിച്ചുകൊണ്ട് വെച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഷ്ടമംഗല്യം അവിടെ വയ്ക്കാം, ബാക്കിയുള്ള പദാർത്ഥങ്ങൾ കൂടെ വെച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രുക്മിണി എടുത്ത മോൾക്ക് ഒരു കസേര ഇവിടെ ഇട്ട് കൊടുക്കാം ഫ്രണ്ടില്. ഭക്തിയുടെയും സേവനത്തിന്റെയും ഉജ്ജ്വല മാതൃകയായി മാറിയ ചേലക്കര അന്തിമഹാകാളൻകാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ രുക്മിണി സ്വയംവര ചടങ്ങുകളും വിപുലമായ അന്നദാനവും ഭക്തർക്ക് ആത്മീയ നിർവൃതിയേകി. അന്തിമഹാകാവിലെ തുടക്കം മുതലേ ഇവിടെ ഞാൻ പരിപാടിക്ക് വരാറുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു 6 കൊല്ലം ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ആദ്യം വന്നിട്ടുണ്ട്. കമ്മിറ്റിക്കാരായിട്ട് നല്ല സഹകരണമാണ്. പരിപാടികളൊക്കെ അവർ നല്ലൊരു സ്വഭാവക്കാരാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പരമേശ്വരൻ മാഷ്, അദ്ദേഹം അന്ന് തൊട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ എല്ലാവരും സഹകരണം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, സെക്രട്ടറി, ഇവരെല്ലാവരും നല്ലൊരു സഹകരണമാണ്. അപ്പൊ അതുകൊണ്ട് സാധനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല. എല്ലാം ഭംഗിയായിട്ട് സാധനങ്ങൾ, സമൃദ്ധിയായിട്ട് സാധനങ്ങളുണ്ട്. അതുപോലെ സമൃദ്ധിയായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം കൊടുക്കുന്നുണ്ട് അന്നദാനം. യജ്ഞശാലയിൽ രുക്മിണി സ്വയംവരം അധ്യായം പാരായണം ചെയ്തതിനോടൊപ്പം തന്നെ നാട്യരൂപേണ അവതരിപ്പിച്ചത് കണ്ടുനിന്നവർക്ക് നയന മനോഹരമായ അനുഭവമായി. തുടർന്ന് രുക്മിണി ദേവിയുടെ മൂർത്തി വഹിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തുകയും ശേഷം ആ ചൈതന്യത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂർത്തിക്കരികിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തതോടെ സ്വയംവര ചടങ്ങുകൾ പൂർണ്ണതയിലെത്തി. മംഗളകരമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സ്ത്രീ ഭക്തജനങ്ങളുടെ വലിയ നിരയാണ് കാവിൽ എത്തിച്ചേർന്നത്. ഇതിന് അനുബന്ധമായി ഭക്തർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും പരിപാടിയുടെ മാറ്റുകൂട്ടി. 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ അന്നദാനവും ഏറെ പ്രശസ്തമാണ്. കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിലധികമായി ഗണേഷ് സ്വാമിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ കലവറ അതിവിപുലമായി ഒരുങ്ങുന്നത്. 3 നേരവും ഭക്തർക്കായി ഗണേഷ് സ്വാമിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്നദാനം യജ്ഞത്തിന്റെ പ്രധാന ആകർഷണമായി മാറി. 5 ദേശങ്ങളിൽ നിന്നായി എത്തുന്ന 100 കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും ഭാഗവത പാരായണം കേൾക്കാനും സ്നേഹപൂർവ്വം വിളമ്പുന്ന അന്നദാനത്തിൽ പങ്കുചേരാനും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. സപ്താഹത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഭക്തർക്കായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് നടന്ന വിഭവസമൃദ്ധമായ പ്രസാദൂട്ടിലും നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെ കൃത്യമായ ഏകോപനവും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നിറഞ്ഞ സാന്നിധ്യവും പിന്തുണയും പരിപാടിയുടെ വിജയത്തിൽ നിർണായകമായി. ആധ്യാത്മിക നിറവിൽ നടന്ന ഈ സപ്താഹയജ്ഞം അന്തിമഹാകാളൻകാവിലെ ഭക്തർക്ക് അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. CCV ന്യൂസ്, ചേലക്കര.